ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് +2 ഫസ്റ്റ് ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ +1 പഠിച്ചത്. +2 നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ലെസണിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ്, types of functions, composition of function and invertible functions. അപ്പോൾ ഈ ലെസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ +1 പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് സെറ്റ് എന്ന് പഠിച്ചു, എന്താണ് ഒരു റിലേഷൻ എന്നെല്ലാം നമ്മൾ അവിടെ പഠിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്നും എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി +1 പഠിച്ചതാണ്. അവിടെ തന്നെ നമ്മൾ പഠിച്ചതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് റിലേഷൻ, ടൈപ്സ് ഓഫ് റിലേഷൻസ് എല്ലാം തുടങ്ങാനായിട്ട് കഴിയും. അപ്പൊ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? ലെറ്റ് എ ആൻഡ് ബി ബി ടു നോൺ എംപ്റ്റി സെറ്റ്സ്, then the Cartesian product A cross B equal to ordered pair AB such that A belongs to A and B belongs to capital B. എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബി എന്ന് പറയുന്ന രണ്ട് നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി, ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എ ക്രോസ് ബി എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എ ബി ആണ്. എങ്ങനെ? ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെന്റിനെയും സെക്കൻഡ് സെറ്റിലുള്ള ഓരോ എലമെന്റ് ആയിട്ടും പെയർ ആക്കി എഴുതും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ordered pair A, B such that A belongs to capital A and B belongs to capital B. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Let A is equal to set 1, 2, 3 and set B is equal to 4, 5. നമുക്ക് വേണ്ടത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി ആണ്. അപ്പൊ നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് എന്താണ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആൻഡ് ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി. അതുപോലെ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ, ഫസ്റ്റ് സെറ്റിലെ ആദ്യത്തെ എലമെന്റ് എടുക്കുക, അതായത് ഇവിടെ 1 ആണ്. 1 കൊണ്ട് രണ്ടാമത്തെ സെറ്റിലുള്ള ഓരോ എലമെന്റിനെയും പെയർ ആക്കുക. അപ്പൊ 1 കൊണ്ട് ആദ്യം ബിയിലെ 4ഉമായിട്ട് പെയർ ചെയ്ത് എഴുതും. അപ്പൊ 1, 4. അടുത്ത വീണ്ടും 1, രണ്ടാമത്തെ എലമെന്റുമായിട്ട് നമ്മൾ പെയർ ചെയ്ത് എഴുതി. അപ്പൊ 1, 4, 1, 5 കഴിഞ്ഞു. ഇനി എ എന്ന് പറയുന്ന സെറ്റിലെ രണ്ടാമത്തെ എലമെന്റ് എടുക്കുക, അത് 2 ആണ്. 2 കൊണ്ട് രണ്ടാമത്തെ സെറ്റിലെ ഓരോ എലമെന്റിനെയും പെയർ ചെയ്യുക. ഇവിടെ 2, 4, 2, 5 കഴിഞ്ഞു. ഇനി ആദ്യത്തെ സെറ്റിൽ ഒരു എലമെന്റ് കൂടി ഉണ്ട്, 3. അതിനെ ഇതേപോലെ പെയർ ആക്കി എഴുതുക. രണ്ടാമത്തെ സെറ്റിലുള്ള ഓരോ എലമെന്റുമായിട്ട് പെയർ ആക്കി എഴുതുക. ഓർഡേർഡ് പെയർ 3, 4, 3, 5 എന്നിങ്ങനെ കിട്ടി. ഇതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന എലമെന്റിലുള്ള ഓരോ എലമെന്റ് കൊണ്ടും ബി എന്ന് പറയുന്ന സെറ്റിലുള്ള ഓരോ എലമെന്റിനെയും പെയർ ചെയ്ത് എഴുതി. 1 എടുത്തു, ബി എന്ന് പറയുന്ന സെറ്റിലെ രണ്ട് എലമെന്റുമായിട്ട് 1, 4 ഓർഡേർഡ് പെയർ 1, 5 എന്ന് പെയർ ചെയ്ത് എഴുതി. എ എന്ന് പറയുന്ന സെറ്റിലെ രണ്ടാമത്തെ എലമെന്റ് ആയ 2 എടുത്തു, ബി എന്ന് പറയുന്ന സെറ്റിലെ ഓരോ എലമെന്റ് കൊണ്ടും പെയർ ചെയ്ത് എഴുതി. അതുപോലെ എ എന്ന് പറയുന്ന സെറ്റിലെ മൂന്നാമത്തെ എലമെന്റ് ആയ 3 എടുത്തു, ബി എന്ന് പറയുന്ന സെറ്റിലെ ഓരോ എലമെന്റുമായിട്ട് പെയർ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് എ ക്രോസ് ബി കിട്ടി. ഇനി ഇവിടെ നോക്കുക, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമുക്കൊന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3 എലമെന്റ്സ് ആണ് ഉള്ളത്. അതുപോലെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി ആണ് നമുക്ക് വേണ്ടത്. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു, ജസ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6. 6 എലമെന്റ്സ് ആണ് വരുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് 6 ആണ്. അതായത് 3 മൾട്ടിപ്ലൈഡ് ബൈ എന്ത് നമുക്ക് പറയാം? 2 എന്ന് പറയാം. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി കിട്ടാൻ എന്ത് ചെയ്താൽ മതി?
നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ചെയ്താൽ മതി. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. ഇനി നമുക്ക് പറയാം, സപ്പോസ് ചെയ്യുന്നതാണ്. ലെറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? പി എലമെന്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് അറിയില്ല, അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇസ് ഈക്വൽ ടു പി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറയുന്നത് നമ്മൾ ക്യൂ ആയിട്ട് എടുത്തു. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറയുന്നത് ക്യൂ ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ അതെങ്ങനെ പറയാനായിട്ട് കഴിയും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ആണ്. പക്ഷെ നമ്മളിവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുന്നത് എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? പി. അപ്പൊ പി മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എത്രയാണ്? ക്യൂ. പി ഇൻറ്റു ക്യൂ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? പി ഇൻറ്റു ക്യൂ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്താണ് റിലേഷൻ എന്ന് നോക്കണം. റിലേഷൻ നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. റിലേഷൻ എന്ന് പറയുന്നത് ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും ആരെന്ന് പറയുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് പി ഇൻറ്റു ക്യൂ ആണെന്ന് പറഞ്ഞു. അതുപോലെ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് 2⁻⁴ ആയിരിക്കും. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രോം എ ക്രോസ് ബി എന്ന് പറയുന്നത് 2⁻⁴ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി +1 പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഇയറിൽ പഠിക്കാനായിട്ടുള്ളത്, +2 നമുക്ക് പഠിക്കാനായിട്ടുള്ള ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ടൈപ്സ് ഓഫ് റിലേഷൻസ്. റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റിലേഷൻ എന്ന് പറയുന്നത് ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണെന്നുള്ളത്. ഇനി അതിൽ ഒന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് എംപ്റ്റി റിലേഷൻ എന്നുള്ളതാണ്. എംപ്റ്റി റിലേഷൻ. ആ വേർഡിൽ തന്നെ ഉണ്ട് എംപ്റ്റി റിലേഷൻ എന്താണ് എന്നുള്ളത്. നമ്മൾ +1 ഓൾറെഡി പഠിച്ചതാണ്. എംപ്റ്റി സെറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു എംപ്റ്റി റിലേഷൻ? എ റിലേഷൻ R in a set A is called empty relation if no element of A is related to any element of A. That is R എന്ന് പറയുന്നത് empty ആണ്. R എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 5 ആയിട്ട് കിട്ടും. അതിനകത്ത് ഒരു എലമെന്റ് പോലും കാണത്തില്ല. A ക്രോസ് എയുടെ സബ്സെറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു എലമെന്റ് പോലും എന്തിൽ കാണത്തില്ല? R എന്ന് പറയുന്ന റിലേഷനിൽ കാണത്തില്ല. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഒന്നുകൂടെ പറയാം. A relation R in a set A is called empty relation if no element of A is related to any element of A. That is R equal to 5 ആയിരിക്കും. അതിൽ ഒരു എലമെന്റ് പോലും എന്ത് ചെയ്യില്ല? കാണില്ല. അത് നമുക്കൊന്ന് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. Let A equal to set 1, 2. B is equal to set 1, 2. അങ്ങനെയാണെങ്കിൽ R ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിലേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R is equal to ordered pair A, B such that A plus B is equal to 5 ആയിട്ട് കിട്ടണം. ഇതാണ് തന്നിരിക്കുന്ന റിലേഷൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? A ക്രോസ് ബി കണ്ടുപിടിക്കുന്നു. A ക്രോസ് ബി is equal to ordered pair. ഫസ്റ്റ് എലമെന്റ് എടുത്തു 1, രണ്ടാമത്തെ സെറ്റിലെ ആദ്യത്തെ എലമെന്റുമായിട്ട് പെയർ ചെയ്തു 1, 1. അതുപോലെ ഫസ്റ്റ് എലമെന്റ് എടുത്തു രണ്ടാമത്തെ സെറ്റിലെ രണ്ടാമത്തെ എലമെന്റുമായിട്ട് പെയർ ചെയ്തു 1, 2 കഴിഞ്ഞു. ഇനി സെക്കൻഡ് എലമെന്റ് എടുക്കുക, അതായത് 2 പെയർ ചെയ്തു 2, 1, 2, 2. അപ്പൊ നമുക്കിവിടെ നോക്കാം. ആദ്യത്തെ സെറ്റില് 2 എലമെന്റ്സ് ആണ് ഉള്ളത്. രണ്ടാമത്തെ സെറ്റിൽ 2 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ 2 × 2 4 എലമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി റിലേഷൻ നമ്മൾ പറഞ്ഞു, നമ്പർ ഓഫ് റിലേഷൻസ് ഇട്ടാൽ 2⁻⁵ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളതാണ്.
പിന്നെ ഇവിടെ നോക്കാം നമ്മുടെ റിലേഷൻ എന്താണെന്ന് നോക്കിയേ. R is equal to, നമ്മൾ പറഞ്ഞു റിലേഷൻ എന്ന് പറയുന്നത് ഈ A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അതായത് ഈ A ക്രോസ് ബിയിൽ നിന്ന് എടുത്ത ഏതെങ്കിലുമൊക്കെ എലമെന്റ്സ് ആയിരിക്കും ഈ ആറിൽ ഉണ്ടാവേണ്ടത്. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. R is equal to ordered pair AB such that ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും കൂടെ ആഡ് ചെയ്താൽ 5 വരുന്ന ഓർഡേർഡ് പെയർസ് മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റൂ. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, 1 + 1 കൊടുത്തു കഴിഞ്ഞാൽ 5 കിട്ടുമോ? ഇല്ല. അപ്പൊ ഇതെടുക്കാൻ കഴിയില്ല. അടുത്ത 1 + 2 കൊടുത്താൽ 5 കിട്ടുമോ? ഇല്ല, അതും കിട്ടില്ല. അടുത്ത 2 + 1 കൊടുത്താൽ 5 കിട്ടുമോ? അതും കിട്ടില്ല. അപ്പൊ അതും പോയി. അടുത്ത ലാസ്റ്റ് 2 + 2 5 കിട്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ A ക്രോസ് ബിയിലുള്ള ഓരോ എലമെന്റും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ R is equal to എന്തായിട്ട് കിട്ടി? 5 ആയിട്ട് കിട്ടി. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു എലമെന്റ് പോലും വരുന്നില്ല. ഇങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എംപ്റ്റി റിലേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത റിലേഷനിലോട്ട് പോവാം. അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ ആണ്. എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് നോക്കാം. അടുത്ത രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ. A relation R in a set A is called universal relation if each element of A is related to every element of A. That is, R എന്ന് പറയുന്നത് A ക്രോസ് A ആയിട്ട് തന്നെ കിട്ടും. R is equal to എന്തായിരിക്കും? A ക്രോസ് A ആയിരിക്കും. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. Let A is equal to set 1, 2. അങ്ങനെയാണെങ്കിൽ A ക്രോസ് A എന്ത് വരും? A ക്രോസ് A is equal to എയുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ A എഴുതാം. A എന്ന് പറയുന്നത് സെയിം സെറ്റ് തന്നെയാണ് 1, 2. ഈ A ക്രോസ് A ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ എന്ത് വരും? ഓർഡേർഡ് പെയർ 1, 1. അതുപോലെ ആദ്യത്തെ എലമെന്റും ഇതിൽ രണ്ടാമത്തെ എടുക്കുമ്പോൾ 1, 2. ഫസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള പെയറിങ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എലമെന്റ് ആയ 2 എടുക്കാം. 2, 1. ലാസ്റ്റ് 2, 2. ഇതാണ് നമ്മുടെ A ക്രോസ് A എന്ന് പറയുന്നത്. ഇനി ഇവിടെ റിലേഷൻ തന്നിട്ടുണ്ട്. R is equal to എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. R is equal to ordered pair A, B such that A plus B കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഈക്വൽ ടു 5 ആയിരുന്നെങ്കിൽ ഇവിടെ പറയുന്നത് ലെസ് ദാൻ 5 ആയിരിക്കണം. റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? A, B such that A plus B ചെയ്താൽ ലെസ് ദാൻ 5 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് R എഴുതി നോക്കാം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ R ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5നേക്കാൾ ചെറുതായിട്ട് കിട്ടുന്നതെല്ലാം Rൽ വരും. നോക്കാം. 1 + 1 എന്താണ് വരുന്നത്? 2 ആണ്. അത് 5നേക്കാൾ ചെറുതാണ്. അപ്പൊ നമുക്ക് ഇവിടെ 1, 1 എന്ന് എഴുതാം. അടുത്തത് നോക്കാം. 1, 2. 1 + 2. ഇവിടുത്തെ കണ്ടീഷൻ നോക്കണം. 1 + 2 അതായത് 3. 5നേക്കാൾ ചെറുതാണ്. അപ്പൊ ഇവിടെ അതും വരും. അടുത്ത 2 + 1 അതും 3 ലെസ് ദാൻ 5 ആണ്. അപ്പൊ ആ ഓർഡേർഡ് പെയറും വരുന്നുണ്ട്. അടുത്ത ലാസ്റ്റ് 2, 2. അപ്പൊ നമ്മൾ 2 + 2 ചെയ്ത് നോക്കുന്നു. അതും ലെസ് ദാൻ 5 ആണ്. അപ്പൊ 2, 2 ഈ സെറ്റിൽ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഈ A ക്രോസ് B എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലുള്ള എല്ലാ ഓർഡേർഡ് പെയർസും എവിടെ വന്നു? R വന്നു. അപ്പൊ നമുക്ക് പറയാം R എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? A ക്രോസ് A തന്നെയാണ്. R ഈക്വൽ ടു A ക്രോസ് A ആയിട്ട് കിട്ടി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നിവിടെ രണ്ട് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് പറഞ്ഞത്. എംപ്റ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും. എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ R ഈക്വൽ ടു 5 ആയിരിക്കും. ഒരു എലമെന്റ് പോലും, ഒരു ഓർഡേർഡ് പെയർ പോലും Rൽ കാണില്ല. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ R ഈക്വൽ ടു A ക്രോസ് A ആയിരിക്കും. അതായത് ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ വരും? R എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടായിരിക്കും. അതാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ എംപ്റ്റി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും സംടൈംസ് നമ്മൾ പറയുന്നത് ട്രിവിയൽ റിലേഷൻസ് എന്നാണ്. Both the empty relation and the universal relation are sometimes called trivial relations. ഇനി
ഇനിയും ഉണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ്, റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ, ഇക്വലൻസ് റിലേഷൻ. അപ്പൊ ഈ ടൈപ്സ് ഓഫ് റിലേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. താങ്ക് യു.